Hi all. In this video, I'm going to give you a brief description about LCD interfacing with 8051. KTU minor microcontrollers in the KTU സിലബസിലുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് മൈക്രോകൺട്രോളേഴ്സിൻ്റെ എല്ലാ സബ്ജക്റ്റുകളിലും ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് LCD interfacing with 8051. So let us go to the topic. അപ്പോൾ LCD, you know, it is liquid crystal display. But you know why LCD is more needed അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് LCD ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് as compared to LEDs? There are a few reasons that you have to see. It requires small power, കുറച്ച് it requires only less power. പിന്നെ LCDയുടെ prices that are declining, that is the second reason. പിന്നെ ability to display characters, numbers and graphics. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Let me give you a small demonstration. അപ്പോൾ ഇവിടെ സാധാരണ LCDയുടെ കേസ് പറയാം, LED കേസ് പറയാം. LEDക്ക് ആണെങ്കിൽ നമുക്ക് 7 segment ഡിസ്പ്ലേ ആണ് അല്ലേ ഉള്ളൂ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഡിസ്പ്ലേ ആണ്. യു ഹാവ് 7 segment ഡിസ്പ്ലേ. അപ്പോൾ 7 segments ഉണ്ട്. 1 2 3 4 5 6 7 7 segments, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇപ്പോൾ 8 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇതിൽ എല്ലാ ലൈറ്റ്സും ഓൺ ആയിരിക്കും, റൈറ്റ്? ഇനി ഇൻ കേസ് ഇപ്പോൾ 0 ആണെങ്കിൽ ഈ നടുവിലത്തെ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റ്സും ഓൺ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് 0. എ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ യു ഡോണ്ട് നീഡ് ദിസ് വൺ, യു വിൽ ഹാവ് ഓൾ ദി അതർ ലൈറ്റ്സ് ഓൺ. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ എല്ലാ ഇങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ്. ബട്ട് ക്യാൻ യു എവർ ഡിസ്പ്ലേ കെ ഇൻ ദിസ്? ചില ലെറ്റേഴ്സ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല അല്ലേ? You cannot display K like this, or you cannot display M, N, അങ്ങനെയുള്ള ലെറ്റേഴ്സ് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ നമ്മുടെ LCDക്കില്ല. ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് LEDs. അപ്പോൾ LCDസിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ LCDs ആർ മോർ പ്രിഫേർഡ് ഓവർ LEDs because it can display more all kinds of characters, numbers and graphics. ഇനി നെക്സ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ CPU നീഡ് നോട്ട് റിഫ്രഷ് ദ ഡിസ്പ്ലേ എവറി ടൈം ലൈക്ക് LEDs. LEDസിലാണെങ്കിൽ എപ്പോഴും CPUവിനൊരു റിഫ്രഷ് കൺട്രോളർ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം ഡിസ്പ്ലേ. വൈൽ LCDസിൽ നമുക്ക് CPU അത് പ്രത്യേകം റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. LCD ഹാസ് ഇറ്റ്സ് ഓൺ റിഫ്രഷ് കൺട്രോളർ. ഇനി ഈസ് ഓഫ് പ്രോഗ്രാമിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് ഗ്രാഫിക്സ്, ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് LCD or liquid crystal display. അപ്പോൾ LCD എന്തുകൊണ്ടാണ് നമ്മൾ LEDനെ അപേക്ഷിച്ച് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതിനുള്ള ഒരു 4-5 കാരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു. Now let us go to the here are a few LCDs. ഇതാണ് ഒരു 1/16 LCD ഡിസ്പ്ലേ. അതായത് ഒരു ലൈനിൽ നമുക്ക് 16 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ലൈൻ ഡിസ്പ്ലേ. ഇതാണെങ്കിൽ ഒരു 2/16 ഡിസ്പ്ലേ ആണ്. അതായത് ആദ്യത്തെ 2 എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ്. അപ്പോൾ 16 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഡിസ്പ്ലേ 16 ക്യാരക്ടേഴ്സ് ഇൻ എ സിംഗിൾ ലൈൻ. അതേപോലെ 2 ലൈൻസ് ഉണ്ട്, ഓരോ ലൈനിലും 16 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് എ 4/20 ഡിസ്പ്ലേ. 4/20 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 4 ലൈൻസ് ഉണ്ട്, 1 2 3 4 അല്ലേ? ഓരോ ലൈനിലും 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ദീസ് 4/20 ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ. You have different kinds of LCD display like this. Now coming to a typical 16/2 display. ഒരു 16/2 ഡിസ്പ്ലേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് 2/16 to be precise 2/16. 2/16 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലൈൻസ്, 2 കാണിക്കുന്ന 2 ലൈൻസ് ആണ്. അതായത് ഈ ഒരു 2 കാണിക്കുന്നതാണ് 2 ലൈൻസ്, റൈറ്റ്? അപ്പോൾ 1 ആൻഡ് ഹിയർ യു ഹാവ് ദ സെക്കൻഡ് ലൈൻ അല്ലേ? അങ്ങനെ 2 ലൈൻസ് കാണിക്കുന്നുണ്ട്. ഓരോ ലൈനിലും നമുക്ക് എത്ര ക്യാരക്ടേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും? 1 തൊട്ട് 16 ക്യാരക്ടേഴ്സ്, അതായത് 0 to 15 വരെ ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. Similarly, in the second line also you have 0 to 15 characters, making a total of 16 characters. അങ്ങനെ 16 ക്യാരക്ടേഴ്സിനെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ യു ഹാവ് ദ ഡാറ്റ ലൈൻസ്. നമ്മൾ ഡാറ്റ കൊടുക്കുന്ന ആ ഒരു ഡാറ്റ ലൈൻസ്
They are given by DB0 to DB7. D0 to D7. 8 data lines ഉണ്ട്. And we have 3 control lines. RS, read write control line and enable line. And here it shows your supply. അപ്പോൾ VCC എന്ന് പറഞ്ഞ പവർ സപ്ലൈ ഉണ്ട്. ബ്രൈറ്റ്നസ് LCDയുടെ ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന VEE ആൻഡ് ദെൻ VSS. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു LCDയുടെ ഇന്റർഫേസിങ് സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ബിഫോർ ദാറ്റ് എന്തൊക്കെയാണ് ഈ RS, RD ഓർ റീഡ് ബാർ റൈറ്റ് എനേബിൾ എന്നും കൂടി പറയാം. RS എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സെലക്ട്. 3 കൺട്രോൾ ലൈൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. I told you we have 3 control lines. 3 control lines ഉണ്ട് നമ്മുടെ LCDയിൽ. അതിൽ ഒന്നാമത്തേതാണ് RS എന്ന് പറഞ്ഞ സാധനം. That is register select pin. And then we have the RW, read write pin. And then we have the enable pin. ഇങ്ങനെ 3 pins ഉണ്ട്. Right? അപ്പോൾ register select എന്തിനാന്ന് വെച്ചാൽ നമുക്ക് LCDയിൽ we have data and command അല്ലേ. കമാൻഡ് സെലക്ട് ചെയ്യണോ ഡാറ്റ സെലക്ട് ചെയ്യണോ അത് തീരുമാനിക്കുന്ന ആളാണ് ഈ RS എന്ന് പറഞ്ഞ രജിസ്റ്റർ സെലക്ട്. അപ്പോൾ RS 0 ആണെങ്കിൽ കമാൻഡ് is being selected and if RS is equal to 1 data is selected. അങ്ങനെയാണ് RS സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കമാൻഡ് ആണോ ഡാറ്റ ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനി നെക്സ്റ്റ് കൺട്രോൾ പിൻ ആണ് RW. RW എന്ന് പറഞ്ഞാൽ എന്താ, റീഡ് ബാർ റൈറ്റ് അല്ലേ. അതായത് ഇത് നമ്മൾ എഴുതേണ്ടത് RW ബാർ ആണേ. അപ്പം നിങ്ങൾ ലോജിക് ഡിസൈനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാർ എന്ന് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് 0 റൈറ്റ്, ആക്റ്റീവ് ലോ. അതായത് റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പിൻ ഇൻ ദ സെൻസ് ഈ റീഡ് ബാർ റൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പിന്ന് 0 ആണെങ്കിൽ that means the LCD is in the right mode, right. ഇനി read bar write pin 1 ആണെങ്കിൽ you can read data from the LCD. Clear? Now coming to the enable pin. മൂന്നാമത്തെ പിന്നാണ് enable pin. ഈ പറഞ്ഞ enable pin. Enable pin എന്തിനാ, used to by LCD to latch the information on data bus or pins. നമുക്ക് ആ ഒരു LCDയിലെ ഡാറ്റ ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് enable pin ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ we have to give a high to low pulse. അതായത് ആദ്യം 1 ആക്കിയിട്ട് പിന്നെ അതിനെ 0 ആക്കണം. ദാറ്റ് ഇസ് കോൾഡ് ഹൈ ടു ലോ പൾസ്. അങ്ങനെ ഹൈ ടു ലോ പൾസ് കൊടുത്താണ് നമ്മൾ ഈ enable pin യൂസ് ചെയ്യേണ്ടത്. അതായത് ഇറ്റ് ഇസ് റിക്വയർഡ് high pulse to send on enable pin. Okay, അപ്പോൾ ഇതാണ് 3 control pin. Now coming to LCD interface with 8051. 8051ന്റെ നമ്മൾ പിൻ ഔട്ട് ഡയഗ്രാം ഒക്കെ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. 40 പിൻസ് ഉള്ള ഒരു 8051 IC നമ്മൾ പഠിച്ചു. അതിൽ ഇന്റർഫേസിങ്ങിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് IO പോർട്സ് ആണ് അല്ലേ. IO പോർട്സിൽ പോർട്ട് 1 to പോർട്ട് 7 എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ പിൻസുമായിട്ട് നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ യു ഹാവ് ദ പോർട്ട് 2 പിൻസ് 0, 1, 2 എന്ന് പറഞ്ഞ ഈ പോർട്ട് 2 പിൻസ് എന്തിനാണ്, LCDയുടെ കൺട്രോൾ പിൻസുമായിട്ടാണ് നമ്മൾ ഇന്റർഫേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ യു ഹാവ് ദ VCC, VEE ആൻഡ് VSS. VCC എന്താന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് the voltage in VCC. And then we have the VEE, voltage supply കൊടുക്കാനുള്ളതാണ് VCC. VEE എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു LCDയുടെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ LCDയുടെ ഡിസ്പ്ലേയുടെ ഒരു ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് VEE കൊടുക്കേണ്ടത്. അപ്പോൾ VEE നമ്മൾ ഒരു 10K പോർട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യു കെൻ സി ഇറ്റ്സ് കണക്റ്റഡ് ടു എ 10K പോർട്ട് അല്ലേ. ഈ 10K പോർട്ടിന്റെ പ്രത്യേകത എന്താ, പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രത്യേകത എന്താ, നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൽ വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നു. കറസ്പോണ്ടിംഗ്ലി നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുതലാക്കുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ദെൻ വി ഹാവ് VSS ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് പിൻസ് ഓഫ് LCD. Now let us see
the different pinout description അല്ലെങ്കിൽ pin descriptions ഒന്നുകൂടെ ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇവിടെ ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. VCC, that is the voltage supply, that is plus 5 volt. VSS is the ground. VE is used for controlling LCD contrast അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇനി പിൻ നമ്പർ 1, that is VSS, which is ground. പിൻ 2 VCC ആണ്, plus 5 volt power supply. പിൻ 3 എന്ന് പറയുന്നത് VE ആണ്, in order to control the contrast of LCD. Then RS എന്ന് പറഞ്ഞ രജിസ്റ്റർ സെലക്ട് ആണ് നാലാമത്തെ പിന്ന്. RS 0 ആണെങ്കിൽ നമ്മൾ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യും, RS 1 ആണെങ്കിൽ ഡാറ്റ രജിസ്റ്റർ സെലക്ട് ചെയ്യും. ആൻഡ് ദ ഫിഫ്ത്ത് പിൻ is റീഡ് ബാർ റൈറ്റ്. അപ്പോൾ റീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പിന്ന് 0 ആണെങ്കിൽ that is for writing to LCD. റീഡ് ബാർ റൈറ്റ് പിന്ന് 1 ആണെങ്കിൽ that is for reading from LCD. ഇനി എനേബിൾ പിൻ ഉണ്ട്. എനേബിൾ പിന്ന് that is given as high to low pulse അല്ലേ, in order to latch the data to LCD. ഇനി ഇവിടെ 4 നമുക്ക് ഇനിയുള്ള പിൻ നമ്പർ 7 തൊട്ട് 14 വരെയുള്ള 8 പിൻസ് എന്തിനാണുള്ളത്? D0 to D7 ആണ്. They are the data lines. ഇതൊക്കെയാണ് നമ്മുടെ പിൻ ഡിസ്ക്രിപ്ഷൻ or pin out of LCD. Now coming to the next point, next ഇനി പ്രോഗ്രാം, ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് we have to go through a few LCD command codes. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ രജിസ്റ്റർ സെലക്ട് 0 ആണെങ്കിൽ കമാൻഡ് ആണ്, കമാൻഡ് കൊടുക്കുകയാണ്, കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കമാൻഡ് കോഡ്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് LCDക്ക് മനസ്സിലാവുന്ന കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഹെക്സാഡെസിമൽ കോഡായിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഹെക്സാഡെസിമൽ കോഡ് 1 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ. ഹെക്സാഡെസിമൽ കോഡ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ ടു ഹോം. ആ സ്ക്രീൻ ഡിസ്പ്ലേയുടെ, അതായത് LCDയുടെ യു ഹാവ് ദറ്റ് റിട്ടേൺ ഹോം കമാൻഡ്. പിന്നെ 4 എന്ന് പറഞ്ഞ ഒരു കോഡാണ്, ഹെക്സാഡെസിമൽ കോഡാണ് കമാൻഡായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡിക്രിമെൻറ്റ് കേഴ്സർ, അതായത് ഷിഫ്റ്റ് ദ കേഴ്സർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, നേരെ തിരിച്ച്. ആൻഡ് 06H എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻക്രിമെൻറ്റ് കേഴ്സർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇങ്ങോട്ടേക്ക് ഓരോ കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ സാധാരണ LCDയിൽ ഇങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ യു സ്റ്റാർട്ട് ഫ്രം ഹിയർ, അപ്പോൾ കേഴ്സർ ഇങ്ങനെ 1 2 3 അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ദാറ്റ് ഈസ് അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ നിന്ന് ഓരോ റൈറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാനാണ് നമുക്ക് 06 എന്ന് പറഞ്ഞ ഒരു കോഡുള്ളത്. ദെൻ അഗൈൻ 5 ദാറ്റ് ഷിഫ്റ്റ് ഡിസ്പ്ലേ റൈറ്റ്, 7 ഷിഫ്റ്റ് ഡിസ്പ്ലേ ലെഫ്റ്റ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോഡ്സ് യു ഹാവ് അഗൈൻ. കോഡ് A, ദാറ്റ് ഈസ് ഫോർ ഡിസ്പ്ലേ ഓഫ് കഴ്സർ ഓൺ. 8 is for display off cursor off. നമ്മൾ C എന്ന് പറയുന്ന ഡിസ്പ്ലേ ഓൺ ചെയ്ത് കഴ്സർ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി E ആൻഡ് F, ദാറ്റ് ഈസ് ഫോർ ഡിസ്പ്ലേ ഓൺ കഴ്സർ ബ്ലിങ്കിങ്. ഇപ്പോൾ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് LCD വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ F അല്ലെങ്കിൽ E എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്താൽ മതി. ദെൻ 10, that is for 10, 10 അല്ല 10, that is shift cursor position to left, and 14 is shift cursor position to right. Then 18 is shift the entire display to the left. 1C is shift the entire display to the right. ഇനി 80, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഡാണ്. 80 എന്ന് പറഞ്ഞാൽ force the cursor to the beginning of the first line. C0 എന്ന് പറഞ്ഞാൽ force the cursor to the beginning of the second line. 38 എന്ന് പറഞ്ഞാൽ you have two lines ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5/7 മെട്രിക്സിൽ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ലെറ്റ് മീ ഷോ യു എന്താണ് ഈ 80H എന്ന് പറയാം. അപ്പം നമുക്ക് 2 lines ആണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. ലെറ്റ് ദിസ് ബി 1 line, ഇതൊരു ലൈൻ. So let this be first line. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഇനി ഇത് സെക്കൻഡ് ലൈൻ. അങ്ങനെ 2 lines ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു 16/2 അല്ലെങ്കിൽ 2/16 LCDയിൽ അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ലൈൻ.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 2 ലൈനുള്ള 5/7 മെട്രിക്സ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വി നീഡ് ദിസ് 38 കോഡ് അല്ലേ. ഇനി ഇതിൽ 80H എന്ന് പറഞ്ഞ ആ ഒരു കോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ കേഴ്സർ എവിടെ പോയി നിൽക്കും? നമ്മുടെ കേഴ്സർ ആ ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ നിൽക്കും. അതാണ് 80H. ഇനി 81H എന്ന് കൊടുത്താലോ? 81H ആണെങ്കിലോ ഫസ്റ്റ് ലൈനിൻ്റെ സെക്കൻഡ് പോയിന്റിൽ പോയി നിൽക്കും. ഇനി 84H ആണെങ്കിലോ ഫിഫ്ത്ത് ലൈനിൽ പോയി നിൽക്കും. റൈറ്റ്. അങ്ങനെ അത് ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു കേഴ്സർ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ കമാൻഡ് പോലെയാണ്. ഇനി അതേപോലെ സെക്കൻഡ് ലൈനിൽ നമ്മൾ ബിഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ C എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ C0 ആണെങ്കിൽ സെക്കൻഡ് ലൈനിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ വരും. ദെൻ C1 ആണെങ്കിൽ സെക്കൻഡ് ലൈനിൻ്റെ സെക്കൻഡ് പോയിന്റിൽ വരും. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ CF വരെയൊക്കെ നമുക്ക് അതിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 16 CF വരെ. റൈറ്റ്. അപ്പോൾ യു ഹാവ് ദാറ്റ് 16 ക്യാരക്ടേഴ്സ് ഹിയർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 80H അല്ലെങ്കിൽ C0H എന്നുള്ള ആ ഒരു ഹെക്സാഡെസിമൽ കോഡ് കമാൻഡ് കോഡായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ 38H എന്ന് പറഞ്ഞാൽ എന്തിനാ? 38H എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ ദിസ് 2 ലൈൻ സെറ്റപ്പ്. ആ ഒരു 2 ലൈൻസ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിൽ 5/7 മെട്രിക്സ് ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. 5/7 മെട്രിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. Five by 7 മെട്രിക്സ് ആണെങ്കിൽ you can have this 5/7 matrix. അപ്പോൾ അതിൽ you have 5 rows. 1 2 3 4 5 rows ഉണ്ട്. And then you have 7 columns. 1 4 5 6 7. അപ്പോൾ ഇതേപോലെ ഈ മെട്രിക്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു 5/7 മെട്രിക്സ് നമുക്ക് നമുക്ക് ഈ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇഫ് ദാറ്റ് ഇസ് സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ 5 മെട്രിക്സും കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ K എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 5/7 ഫുള്ളായിട്ട് K എന്ന് പറഞ്ഞ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ്. ഇനി M റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ്സ് മോർ ഈസി അല്ലേ? നമ്മുടെ ആ ഒരു LED-നെ അപേക്ഷിച്ച് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. ആൻഡ് ഒരു ക്ലിയറർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കിട്ടും. So that is why we make use of this we have this 38H എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 80 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് പോയിന്റിൽ നമുക്ക് ആ ഒരു ലൈൻ കൊണ്ടുവയ്ക്കാൻ, ആ ഒരു കേഴ്സർ കൊണ്ടുവയ്ക്കാൻ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് പോയിന്റിൽ. 81H എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് ലൈനിലെ സെക്കൻഡ് പോയിന്റ്. Similarly, you can keep the cursor in any of these 16 points അല്ലേ. അതേപോലെ C0 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് പോയിന്റ്. C1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ സെക്കൻഡ് പോയിന്റിൽ നമുക്ക് കേഴ്സർ കൊണ്ടുപോയി ഫോഴ്സ് ചെയ്ത് വെക്കാൻ. ആൻഡ് CF എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് പോയിന്റിൽ ആ കേഴ്സർ കൊണ്ട് വെക്കാൻ. So these are the different commands that are being used for LCD display. അപ്പോൾ ഈ കമാൻഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇത്രയും കമാൻഡ്സ് ആണ് ഫോർ LCD ഇനീഷ്യലൈസേഷൻ. ഇനി അടുത്തത് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അപ്പോൾ in order to write a program to send commands and data to LCD with a time delay, അതാണ് നമ്മുടെ ഒരു ബേസിക് പ്രോഗ്രാം LCDയുടെ. അപ്പോൾ ഇവിടെ LCDയിലേക്ക് നമുക്ക് കമാൻഡ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? രജിസ്റ്റർ സെലക്ട് 0 ആക്കണം. ആൻഡ് ടു സെൻഡ് ഡാറ്റ മേക്ക് ദ രജിസ്റ്റർ സെലക്ട് 1 ആൻഡ് ദെൻ സെൻഡ് ഹൈ ടു ലോ പൾസ് എനേബിൾ പിന്നിന് വേണ്ടിയിട്ട് 1 to 0 ആക്കണം. To latch the data.
enable data to latch. അപ്പോൾ port 1 to 7 നമ്മൾ connected to LCD data pins D0 to D7. port 2.0 എന്ന് പറഞ്ഞാൽ ആ port എന്തിനാ? That is for register select pin. port 2.1 എന്തിനാ? read write pin. and port 2 എന്തിനാ? enable pin. അപ്പോൾ ഇത്രയും പിൻസും these are the ports. അപ്പോൾ this is the program that I have mentioned. ഇതിനെ നമ്മൾക്ക് പ്രോഗ്രാം മൊത്തത്തിൽ നമുക്ക് തന്നെ എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. സോ നമുക്ക് ഇതിനെ പല പാർട്ടുകളായിട്ട് ബ്രേക്ക് ചെയ്ത് ഓരോ പാർട്ടും നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാം. ലെറ്റ് us see. ഇതിൽ ആദ്യത്തെ കേസ്, ആദ്യത്തെ ഈ ഒരു ഭാഗം, ദിസ് ഈസ് പോർട്ട് ഇനീഷ്യലൈസേഷൻ. അപ്പം ഞാൻ ഇതൊരു യെല്ലോ ഇത് വെച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ദിസ് ഈസ് ദ പോർട്ട് ഇനീഷ്യലൈസേഷൻ പാർട്ട്. ദിസ് ഈസ് ദ port initialization part. ഇത്രയും ഭാഗമാണ് port initialization. So this is what I mentioned earlier. ഇനി അതായത് port 1 to port 7 of port 1-ലെ port 10 തൊട്ട് port 17 വരെയുള്ള pins that are for data pins. അത് data 0 D0 to D7 വരെയുള്ള pins. and then port 20-ൽ നമ്മൾ register select pin ആണ്. port 2.1 read write pin ആണ്. and port 2.2 എന്ന് പറയുന്നത് enable pin ആണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇതാണ് port initialization. so this part is called port initialization. port initialization. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം തന്നെ port initialization എഴുതുക. and then we have the second part. ഇതാണ് നമ്മുടെ command initialization, I mean LCD initialization. sorry, LCD initialization for commands. LCD initialization ആണ് ഈ ഇത്രയും കാണിച്ചിരിക്കുന്നത്, LCD initialization. അപ്പോൾ ഇത് മൊത്തമാണ് LCD initialization. അതിലെ കമാൻഡ്സിന്റെ ഒരു സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. for command write, LCD initialization for commands. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് 0h org, അതായത് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു അഡ്രസ്സ് 0h സ്റ്റാർട്ട് ചെയ്തു. ഇനി മൂവ് A,38h. 38h എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തിനാ അത്? LCD-നെ 2 ലൈൻ 5/7 മെട്രിക്സ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു 2 ലൈൻ 5/7 മെട്രിക്സ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മളൊരു കമാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സബ് റൂട്ടീനിലേക്ക് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിനെ കോൾ ചെയ്തു. അപ്പോൾ കമാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ സബ് റൂട്ടീനെ പറ്റി ഞാൻ ഇനി നെക്സ്റ്റ് ഇതിൽ പറയാം. അപ്പോൾ നമ്മൾ അതായത് ഈ ഒരു 38h എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു LCD-നെ ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കമാൻഡ് റൈറ്റും കൂടെ കൊടുക്കണം. അപ്പോൾ ആ കമാൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സബ് റൂട്ടീൻ പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്താൽ മാത്രം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആൻഡ് ദെൻ വി ഗിവ് എ ഡിലേ, അതായത് LCD-ക്ക് കുറച്ച് സമയം കൊടുക്കണം, മേ ബി സം മൈക്രോ സെക്കൻഡ്സ് ടു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ LCD 2 ലൈൻ 5/7 മെട്രിക്സ് ആയിട്ട് ഇനിഷ്യലൈസ് ആവുകയുള്ളൂ. ക്ലിയർ? ആഫ്റ്റർ ഗിവിംഗ് ദിസ് command code to 38h to initialize 2 line 5/7 matrix and then give the command subroutine. command subroutine എന്തിനാ? ആ ഒരു കമാൻഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. and then we have the delay. അപ്പോൾ ഇത്രയും കാര്യം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു LCD-യുടെ ഈ ഒരു പോർഷൻ ഇനിഷ്യലൈസ് ആയി. now coming to the next part, move A,#0EH. 0EH എന്തിനാ? ഞാൻ പറഞ്ഞായിരുന്നു 0EH-ഉം 0FH-ഉം നമുക്ക് ഡിസ്പ്ലേ. now coming to the next command, അതായത് move A,#01. 01 എന്ന് പറയുന്നത് എന്തിനാ? LCD-യുടെ ഡിസ്പ്ലേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കമാൻഡ് റൈറ്റ് ആ ഒരു സബ് റൂട്ടീൻ കോൾ ചെയ്യണം, പിന്നെ ഡിലേ കോൾ ചെയ്യണം,
ആ LCDക്ക് കുറച്ച് ആ ഒരു ഡിലേ കൊടുക്കണം. ആൻഡ് ദെൻ പിന്നെ അടുത്ത കമാൻഡിലേക്ക് പോവാണ്, മൂവ് a, #06h. 06h എന്തിനാണ്? കേഴ്സറിനെ നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അഗെയിൻ എ കോൾ കമാൻഡ് റൈറ്റ്, കമാൻഡ് റൈറ്റ് ചെയ്യാനുള്ള ആ സബ് റൂട്ടീൻ വീണ്ടും കോൾ ചെയ്യണം. അതായത് കമാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ സബ് റൂട്ടീൻ എന്താണെന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് അഗെയിൻ എ കോൾ ഡിലേ, ഒരു ഡിലേ വീണ്ടും കോൾ ചെയ്തു, ഡിലേക്ക് വേണ്ടിയിട്ടുള്ള സബ് റൂട്ടീൻ വീണ്ടും കോൾ ചെയ്തു. നെക്സ്റ്റ് കമാൻഡ് ഇസ് മൂവ് a, #84h. 84h എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു 84 ഇൻ ദ സെൻസ് ആ ഒരു 2 ലൈൻ ഉള്ള ഒരു മെട്രിക്സിൽ, അല്ല ഐ മീൻ 2 ലൈൻസിൽ യു ഹാവ് 2 ലൈൻസ് അല്ലേ. ആ 2 ലൈൻസിൽ ആദ്യത്തെ ലൈനിൽ ആദ്യത്തെ പോയിന്റിലാണ് നമ്മുടെ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 80h എന്ന് കൊടുക്കും അല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണെങ്കിൽ 81h, മൂന്നാമത്തേതാണെങ്കിൽ 82h, നാലാമത്തേതാണെങ്കിൽ 83h. ഇനി 84h എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എത്തി, റൈറ്റ്. അഞ്ചാമത്തെ പോയിന്റിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു കേഴ്സർ 84h കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, അതായത് ആ അഞ്ചാമത്തെ പോയിന്റിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, റൈറ്റ്. അവിടെ വന്ന് ഫോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. Now again what you do is call command write subroutine and delay. കമാൻഡ് ആ ഒരു കമാൻഡ് റൈറ്റ് ചെയ്യണം നമുക്ക്, അത് കഴിഞ്ഞിട്ട് again ഡിലേ വിളിച്ചു. ഇനി അടുത്ത്, അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ കമാൻഡിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ആൻഡ് ദെൻ വി ഹാവ് ടു ഗീവ് ദ ഡാറ്റ അല്ലേ. ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന ഡാറ്റ, അതായത് LCDയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന ഒരു ഡാറ്റ ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ NO എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. വി ഹാവ് മൂവ് a, #n, അതായത് n എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ ദാറ്റ് ഈസ് ലോഡഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡാറ്റ റൈറ്റിന് വേണ്ടി വേറൊരു സബ് റൂട്ടീൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി. സിമിലർലി ജസ്റ്റ് ലൈക്ക് കമാൻഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന പോലെ ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ള ഒരു സബ് റൂട്ടീൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ അഗെയിൻ വി കോൾ ദ ഡിലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് n എഴുതി കഴിഞ്ഞു, ഇനി O കൊടുക്കണം. O കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ഒരു പ്രോഗ്രാം ലൈൻ, ദാറ്റ് ഈസ് മൂവ് a, #0, ഐ മീൻ O. അപ്പോൾ O എന്ന അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്തു. അഗെയിൻ വി കോൾ ദ ഡാറ്റ റൈറ്റ് ആൻഡ് ദെൻ വി എൻഡ് ദ പ്രോഗ്രാം ഹിയർ. അപ്പോൾ ഹിയർ sjump ഹിയർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഒരു കമാൻഡ് വെച്ച് നമുക്കിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ച് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സബ് റൂട്ടീൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കമാൻഡും ഡാറ്റയും എല്ലാം പ്രോഗ്രാമിൽ സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ് റൂട്ടീൻസ് നോക്കണം. സബ് റൂട്ടീൻസ് ഇതിൽ ഓരോ പ്രാവശ്യം നമ്മൾ സബ് റൂട്ടീനും ഒക്കെ വിളിക്കുന്നുണ്ട്. കമാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ സബ് റൂട്ടീൻ വിളിക്കുന്നുണ്ട്, ഡിലേ വിളിക്കുന്നുണ്ട്, പിന്നെ ഡാറ്റ റൈറ്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കമാൻഡ് റൈറ്റിൽ കമാൻഡിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഒന്നാമത്തെ കാര്യം പോർട്ട് 1 ഇനിഷ്യലൈസ് ചെയ്യാൻ, ദാറ്റ് ഈസ് A എന്ന് പറഞ്ഞ അക്യുമുലേറ്ററിലെ ആ ഒരു കണ്ടന്റ് പോർട്ട് 1ലേക്ക് കോപ്പി ചെയ്യും. ദെൻ വി ഹാവ് രജിസ്റ്റർ സെലക്ട്. കമാൻഡ് സെലക്ട് ചെയ്യണമെങ്കിൽ രജിസ്റ്റർ സെലക്ട് എന്ന് പറഞ്ഞ ആ ഒരു പിന്ന് 0 ആയിരിക്കണം അല്ലേ. അതായത് പോർട്ട് 2.220 എന്ന് പറയുന്ന ആ ഒരു പിന്ന് 0 ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ക്ലിയർ പോർട്ട് 20. ഇനി അതേപോലെ റീഡ് റൈറ്റ് പിന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0 കൊടുക്കണം. കമാൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് റൈറ്റ് ചെയ്യാണ്. ഫോർ റൈറ്റിംഗ് വാട്ട് യു ഹാവ് ടു ഡു, പോർട്ട് 21 നമ്മൾ ക്ലിയർ ചെയ്യണം അല്ലേ. പോർട്ട് 21 അല്ല നമ്മൾ റീഡ് ബാർ റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പിന്ന്. ഇനി എനേബിൾ പിന്ന് ഹൈ ആക്കിയിട്ട് പിന്നെ ലോ ആക്കണം. ഹൈ ടു ലോ പൾസ് എവിടെ കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. യു ഗീവ് എ ഹൈ ടു ലോ പൾസ് അല്ലേ. അങ്ങനെ ഹൈ ടു ലോ പൾസ് കൊടുക്കണമെങ്കിൽ ആദ്യം ഹൈ ആക്കണം, അതായത് 1 ആക്കണം, പിന്നെ അത് ലോ ആക്കണം, 0 ആക്കണം, റൈറ്റ്. അങ്ങനെ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ദ സെറ്റ് ബിറ്റ്. അതായത് സെറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു 1 ആക്കുക അല്ലെങ്കിൽ ഹൈ ആക്കുക എന്നുള്ളതാണ് സെറ്റ് ബിറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ സെറ്റ് ബിറ്റ് ഫോർ പോർട്ട് 2.
അങ്ങനെ ആകുമ്പോൾ എനേബിൾ പിന്ന് ഹൈ ആയി. ഇനി വീണ്ടും നമ്മൾ ഡിലേ കോൾ ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹൈ ആയിരിക്കുന്ന ആ പിന്നിനെ ലോയിലേക്കാണ് കൊണ്ടുവരണം, എനേബിൾ പിന്നിനെ. അപ്പോൾ എന്നാലാണ് ആ ഒരു ഡാറ്റ ലാച്ച് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ലോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ദിസ് പോർട്ട് 2.222 ടു ബി ക്ലിയർഡ്. അത് കഴിഞ്ഞ് ആ ഒരു കമാൻഡ് സബ് റൂട്ടീൻ കംപ്ലീറ്റ് ആയി ആൻഡ് വി ഗീവ് ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ഇനി ഡാറ്റ റൈറ്റ്, അതായത് ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ള ഒരു സബ് റൂട്ടീൻ ആണ് ഇവിടെ പറയുന്നത്. ഡാറ്റ റൈറ്റ് ചെയ്യാനുള്ള സബ് റൂട്ടീൻ മൂവ് പോർട്ട് 1, A, അതായത് എ എന്ന് പറയുന്ന ആ രജിസ്റ്ററിലുള്ള കമാൻഡ്, ഐ മീൻ ആ ഒരു കണ്ടന്റ് ഇസ് മൂവ്ഡ് ടു പോർട്ട് 1. അഗെയിൻ നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോർട്ട് 20, നേരത്തെ പോർട്ട് 20 ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് 0 ആക്കി കമാൻഡിന് വേണ്ടിയിട്ട്. ഇനി ഡാറ്റയ്ക്കാണെങ്കിൽ പോർട്ട് 20 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോർട്ട് 2നെ സെറ്റ് ബിറ്റ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പോർട്ട് 2.1 ക്ലിയർ ചെയ്തു ഫോർ റൈറ്റിംഗ് ദ ഡാറ്റ. ഡാറ്റ റൈറ്റ് ചെയ്യാണ് ചെയ്യണത്, റീഡ് അല്ല. സോ യു ഹാവ് 0 ഹിയർ. അത് കഴിഞ്ഞ് സെറ്റ് ബിറ്റ് പോർട്ട് 2, അതായത് നമുക്ക് ആ എനേബിൾ പിന്ന് അത് ആദ്യം ഹൈ കൊടുത്തിട്ട് പിന്നെ അത് ലോ ആക്കണം. ഹൈ ടു ലോ പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സെറ്റ് ബിറ്റ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ വി കോൾ ദ ഡിലേ ആൻഡ് ദെൻ ക്ലിയർ പോർട്ട് 2, അതായത് എനേബിൾ പിന്ന് ഹൈ ടു ലോ ആക്കാൻ, ഹൈ ആയിരുന്നു അതിനെ ലോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ക്ലിയർ ചെയ്തു പോർട്ട് 22നെ. അഗെയിൻ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഇസ് ഗിവൺ. ഇനി ഡിലേ മൂവ്, ഡിലേ എന്ന് പറഞ്ഞ ആ ഒരു സബ് റൂട്ടീൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ ഓർഡർ ടു ഗീവ് ദറ്റ് LCD സം ടൈം ഓർ സം ഡിലേ, അതായത് കുറച്ച് നേരത്തേക്ക് ഒരു മേ ബി മൈക്രോ സെക്കൻഡ്സ് ഓർ സംതിങ്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ LCD, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LCD. ഓരോ LCDക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഡിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ദറ്റ് ഇസ് മൂവ് R3, #50H. അപ്പോൾ 50 എന്നുള്ളതൊക്കെ ഒരു ഫാസ്റ്റ് CPU-ന് അല്ല, ഒരു നോർമൽ CPU-ന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഫാസ്റ്റർ CPU ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹയർ വാല്യൂ കൊടുക്കണം. ആൻഡ് ദെൻ ദ നമ്പർ 255 ഇസ് ഗിവൺ ടു രജിസ്റ്റർ R4. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും ഡിക്രിമെൻ്റ് ചെയ്യാണ്. ഡിക്രിമെൻ്റ് ആൻഡ് ജമ്പ് ഇഫ് നോൺ സീറോ R4 ഹിയർ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് again decrement and jump if non-zero R3. 50 എന്നുള്ളത് 49 ആയി, 48 ആയി, it decrements. And when this delay is over, we again go to return. The return is given and again we go back to the main program. And that will be the end of the program. So that's all about LCD interfacing in 8051. Hope you're all clear with this. Thank you.